ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊന്നാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റേത്. 368/2021 നമ്പർ കാറ്റഗറിയായാണ് ഇതിനു മുമ്പ് പരീക്ഷ നടന്നത്. 2023 ഡിസംബർ, 2024 ജനുവരി എന്നീ മാസങ്ങളിലായി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും വിവിധ ജില്ലകളിലായി നിലവിൽ വന്നു. ഇതിൻ്റെ ശമ്പള സ്കെയിൽ എത്രയാണെന്ന് നോക്കാം. 23,700 മുതൽ 52,600 വരെയായിരുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ശമ്പള സ്കെയിൽ. ഓരോ ജില്ലകളിലെയും നിയമന നില എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 22/2/2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ടോട്ടൽ നിയമനം നടന്നത് 174 തസ്തികകളിലേക്കാണ് ടോട്ടൽ നിയമനം നടന്നത്. ഓപ്പൺ കാറ്റഗറി 157, SC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും 17 വരെ, ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5, ഈഴവ 154 വരെ, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും 20 വരെ, OBC 157 എന്നിങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിലെ നിയമനം. ഇനി അടുത്തത് കൊല്ലം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലാകെ 107 നിയമനങ്ങളാണ് നടന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 91 നിയമനങ്ങളും, ഈഴവ കാറ്റഗറി 91, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, മുസ്ലിം 279, OBC 63 എന്നിങ്ങനെയാണ് കൊല്ലം ജില്ലയിലെ നിയമന നില. അടുത്തതായി പത്തനംതിട്ട ജില്ലയിലെ നിയമന നില പരിശോധിക്കാം. പത്തനംതിട്ട ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 1/12/2023 പത്തനംതിട്ട ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ആകെ 69 തസ്തികകളിലേക്കാണ് നിയമനം നടന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 53 വരെ, ഈഴവ 55, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, EWS 44, OBC 106 എന്നിങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിലെ നിയമന നില. അടുത്തത് കോട്ടയം ജില്ലയിലേക്ക് നോക്കാം. കോട്ടയം ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 4/1/2024 കോട്ടയം ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. കോട്ടയം ജില്ലയിലെ ആകെ നിയമനം ഇതുവരെ നടന്നത് 114 തസ്തികകളിലേക്ക്. 114 തസ്തികകളിൽ ഓപ്പൺ കാറ്റഗറിയിൽ 99, ഈഴവ 107, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, OBC 89, EWS 93 എന്നിങ്ങനെയാണ് കോട്ടയം ജില്ലയിലെ നിയമന നില. അടുത്തത് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 22/11/2023. ആകെ 85 തസ്തികകളിലേക്കാണ് നിയമനം നടന്നത്. ഓപ്പൺ കാറ്റഗറി 61, EWS 118, ഈഴവ ഓപ്പൺ കാറ്റഗറിക്കുള്ളിൽ മാത്രമാണ് നിയമനം നടന്നേക്കുന്നത്. SC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, OBC 71 എന്നിങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിലെ VFA നിയമന നില. അടുത്തത് ഇടുക്കി ജില്ലയിലേക്ക് നോക്കാം. ഇടുക്കി ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 25/1/2024. ആകെ നിയമനങ്ങൾ 63 തസ്തികകളിലേക്കാണ് ആകെ നിയമനങ്ങൾ നടന്നത്. 63 തസ്തികകളിൽ ഓപ്പൺ കാറ്റഗറിയിൽ 56 തസ്തികകളിലേക്കും, ഈഴവ 59, SC 90, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, മുസ്ലിം കാറ്റഗറി 122, OBC 117 എന്നിങ്ങനെയാണ് ഇടുക്കി ജില്ലയിലെ VFA നിയമന നില. അടുത്തത് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 22/12/2023. ആകെ നിയമനം നടന്നത് 179 തസ്തികകളിലേക്ക്. 179 തസ്തികകളിലേക്ക് ഇതിനോടകം തന്നെ നിയമനം നടന്നിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 183 വരെ ഉള്ളവർക്ക് എല്ലാവർക്കും ജോലി ലഭിച്ചിട്ടുണ്ട്. ഈഴവ കാറ്റഗറി 188, SC കാറ്റഗറി 25, ST കാറ്റഗറി സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, മുസ്ലിം കാറ്റഗറി സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, OBC 191, EWS സപ്ലിമെൻ്ററി ലിസ്റ്റ് 6 എന്നിങ്ങനെ നിയമനം ലഭിച്ചിട്ടുണ്ട്. അടുത്തത് തൃശ്ശൂർ ജില്ല.
തൃശ്ശൂർ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 12/12/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ആകെ 215 തസ്തികകളിലേക്ക് ഇതുവരെ നിയമനം നടന്നിട്ടുണ്ട്. 215 തസ്തികകളിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ ഇതുവരെ നിയമനം നടന്നിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 200 വരെയുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും തന്നെ ജോലി ലഭിച്ചിട്ടുണ്ട്. ഈഴവ കാറ്റഗറി 203, SC കാറ്റഗറി സപ്ലിമെന്ററി 19 വരെ, ST സപ്ലിമെന്ററി 11, മുസ്ലിം സപ്ലിമെന്ററി 18, OBC 202, EWS 209 എന്നിങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിലെ നിയമന നില. അടുത്തത് പാലക്കാട്. പാലക്കാട് ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 4/1/2024. ആകെ നിയമനം ഇതുവരെ നടന്നിട്ടുള്ളത് 174. ഓപ്പൺ കാറ്റഗറി 140 വരെ നിയമനം നടന്നിട്ടുണ്ട്. ഈഴവ 140 വരെ. SC സപ്ലിമെന്ററി ലിസ്റ്റ് 13 വരെ നിയമനം നടന്നിട്ടുണ്ട്. ST കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റ് 6, മുസ്ലിം കാറ്റഗറി 217 വരെ നിയമനം നടന്നിട്ടുണ്ട്. OBC 127, EWS 147 വരെയും പാലക്കാട് ജില്ലയിലെ നിയമനം നടന്നിട്ടുണ്ട്. അടുത്തത് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 4/1/2024. ആകെ നിയമനങ്ങൾ 169. ഓപ്പൺ കാറ്റഗറി 151, ഈഴവ 153, SC സപ്ലിമെന്ററി ലിസ്റ്റ് 13 വരെ, ST സപ്ലിമെന്ററി ലിസ്റ്റ് 2, മുസ്ലിം കാറ്റഗറി 160, OBC കാറ്റഗറി 158, EWS 230 എന്നിങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ നിയമന നില. അടുത്തത് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 21/12/2023. ടോട്ടൽ അഡ്വൈസ് 112 കോഴിക്കോട് ജില്ലയിലെ ആകെയുള്ള ഇതുവരെയുള്ള നിയമനം. ഓപ്പൺ കാറ്റഗറിയിൽ 101 വരെയുള്ള എല്ലാവർക്കും നിയമനം ലഭിച്ചിട്ടുണ്ട്. EWS 118, ഈഴവ കാറ്റഗറി 122, SC കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റിൽ 12 വരെയുള്ള എല്ലാവർക്കും നിയമനം ലഭിച്ചിട്ടുണ്ട്. ST കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റ് 5, മുസ്ലിം കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റ് 11 എന്നിങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിലെ VFA നിയമന നില. അടുത്തതായി വയനാട് ജില്ല. വയനാട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 1/12/2023. ആകെ നിയമനം ലഭിച്ചത് 26 പേർക്കാണ്. ഓപ്പൺ കാറ്റഗറിയിൽ 18 റാങ്ക് വരെയുള്ളവർക്കും, ഈഴവ 33 വരെയും, SC സപ്ലിമെന്ററി ലിസ്റ്റ് 2 വരെ, ST സപ്ലിമെന്ററി ലിസ്റ്റ് 1, OBC 42, EWS 18 എന്നിങ്ങനെയാണ് വയനാട് ജില്ലയിലെ നിയമന നില. അടുത്തതായി കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 10/1/2024. ആകെ നിയമനം നടന്നിട്ടുള്ളത് 160 തസ്തികകളിലേക്ക്. ഓപ്പൺ കാറ്റഗറിയിൽ 136 വരെയുള്ള എല്ലാവർക്കും നിയമനം ലഭിച്ചിട്ടുണ്ട്. ഈഴവ കാറ്റഗറി 135, SC കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റ് 15, ST കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റ് 8, മുസ്ലിം കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റ് 12, OBC 136, EWS സപ്ലിമെന്ററി ലിസ്റ്റ് 5 വരെ എന്നിങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ VFA നിയമന നില. ഇനി കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 4/1/2024. ഇതുവരെ 71 തസ്തികകളിലേക്കാണ് നിയമനം നടന്നിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറി 58, ഈഴവ കാറ്റഗറി 64, SC കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റ് 11, ST കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റ് 1, മുസ്ലിം കാറ്റഗറി സപ്ലിമെന്ററി ലിസ്റ്റ് 7, OBC 58 എന്നിങ്ങനെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കാസർഗോഡ് ജില്ലയിലെ നിയമന നില. ഒന്നുകൂടി ഓർക്കുക, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 2 വർഷമായപ്പോഴാണ് ഓരോ ജില്ലകളിലും ഇത്രയും നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. ഇനി 1 വർഷം കൂടി അവശേഷിക്കുന്നുണ്ട്. 2027 ജനുവരി മാസമോ അല്ലെങ്കിൽ 2026 ഡിസംബർ മാസമോ ആയിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരിക.